Devidian. I came with the new notification of the FCAT second 2025. അപ്പം സി ടി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്തായിരുന്നു. ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഇതിൻ്റെ FCAT-ൻ്റെ. അപ്പം ഇതിൻ്റെ ഫോം ഇപ്പം സ്റ്റാർട്ടിട്ടുണ്ട്. 2 ജൂൺ തൊട്ട് നമുക്ക് 1 ജൂൺ വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ നമുക്ക് ഇത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൻ്റെ വേക്കൻസികളാണ്. അപ്പം ഇത് മൊത്തം ഉള്ളത് 3 വേക്കൻസിയാണ്. ഒന്ന് ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, പിന്നെ ഗ്രൗണ്ട് നോൺ ടെക്നിക്കലുണ്ട്. അപ്പോൾ ഫ്ലൈയിങ് നോക്കുവാണെങ്കിൽ മെനിന് 1 വേക്കൻസി ഉള്ളത് മാത്രം ഈ വട്ടം. എന്നുവെച്ചാൽ ഈ വർഷം മെനിന് 1 വേക്കൻസി ഉള്ളൂ. വുമൺസിന് 2 വേക്കൻസി ഉണ്ട്. പക്ഷേ നമ്മളിപ്പം CDS ഇൻ്റർവ്യൂ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലൈയിങ്ങിലൊരു മാക്സിമം ഒരു 5 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് താഴെ നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോക്കുവാണെങ്കിൽ അതിലും നല്ല വേക്കൻസി ഉണ്ട്. 38 അറൗണ്ട് വേക്കൻസി അതിൽ തന്നെ ഉണ്ട്. പിന്നെ ലോജിസ്റ്റിക്കലും ഉണ്ട് വേക്കൻസി നല്ലത്. രണ്ടിനും ഉണ്ട്, വുമൺസിനും ഉണ്ട് മെന്നിനും ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ നോക്കുവാണെങ്കിൽ അതിൽ നല്ല വേക്കൻസി കുഴപ്പമില്ലാതുണ്ട്. എന്നുവെച്ചാൽ ഇത് ഓൾറെഡി ഇപ്പം വെപ്പൺ സിസ്റ്റം, WS, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ, അപ്പോൾ അങ്ങനെ കുറേ ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ താപ്പോട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു ഷോർട്ട് കമ്മീഷനാണ്. അപ്പോൾ നമ്മളിപ്പം ലൈക്ക് ഇഫ് യു ഗോ ഫോർ എനി എൻട്രി ലൈക്ക് CDS then you get the commission like be permanent. അപ്പം ഇതൊരു ഷോർട്ട് കമ്മീഷൻ പോലൊരു എൻട്രിയാണ് FCAT എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിലുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഫ്ലൈങ്ങിൽ നമ്മൾ 20 to 24 ഈ ഏജുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. 2 ജൂലൈ 2002 തൊട്ട് 2006 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ജോബിനകത്ത് തന്നെ. പിന്നെ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് GD ടെക്നിക്കലാണെങ്കിൽ നമുക്ക് 20 തൊട്ട് 26 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനകത്ത്. പിന്നെ താഴെ നോക്കുമ്പം ഇത് വരുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ബേസാണ്. ലൈക്ക് യു മസ്റ്റ് ബി like in the final year of your graduation or you must be complete your graduation. Both can apply. Like if you are in technical any field like BTech or BE, you can also apply. And if you are in BCom or any other like doing BSc or BA arts, like പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ ഫ്ലൈയിങ്ങിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% നിങ്ങൾക്ക് മാർക്സ് വേണം, ലൈക്ക് ഇൻ പർട്ടിക്കുലർ ഇൻ യുവർ ഫിസിക്സ് ആൻഡ് ദ മാത്തമാറ്റിക്സ്. പിന്നെ നിങ്ങൾക്ക് 60% മാർക്സ് ഗ്രാജുവേഷൻ വേണം നിങ്ങൾക്ക്. പിന്നെ 60% മാർക്സ് നിങ്ങൾക്ക് എല്ലാം ബാച്ചിലും നിങ്ങൾക്കൊരു 60% മാർക്ക് വേണം. നമ്മൾ GD നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ അതിലും നമുക്ക് 50% മാത്സ്, പർട്ടിക്കുലർലി ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ യുവർ ക്ലാസ് 12th. പിന്നെ താഴെ കാണുന്നത് നിങ്ങളുടെ ബ്രാഞ്ചാണ്, ഏതൊക്കെ നിങ്ങൾ ബ്രാഞ്ച് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്. ഇത് എല്ലാം ബ്രാഞ്ചും പെടുന്നതാണ്. ഇത് കൂടുതലും BSc പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ BTech എൻട്രി ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ടെക്നിക്കൽ എൻട്രി ആയിപ്പം കാണിക്കുന്നത് ഇപ്പോൾ എല്ലാം. പിന്നെ നോൺ ടെക് വരുമ്പോഴാണ് വെപ്പൺ സിസ്റ്റം നമുക്ക് വരുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല. ലൈക്ക് യു ക്യാൻ അപ്ലൈ ഫോർ എനി ഓഫ് ലൈക്ക് യു യു ഡൺ യുവർ ഗ്രാജുവേഷൻ ഇൻ ദ BTech or BE or for 4-year course, you can also apply for that. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കണ്ടില്ലേ അക്കൗണ്ട് ബ്രാഞ്ചുകൾ പോകണമെങ്കിൽ ലൈക്ക് യു ഹാവ് ടു പാസ് യുവർ 12th grade and 60 marks. That doesn't matter, like you don't have any physics or chemistry over there, so it is very easy to apply for that. And you can also have the degree of BCom and any like BSc whatever you have. പിന്നെ നമ്മൾ താഴെ പോകുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. 60% മസ്റ്റ് ബി ക്യാരി ഇൻ ലൈക്ക് യു ആർ ഗോയിങ് ഫോർ എൻ ടെക്നിക്കൽ എൻട്രി ഓർ ഫോർ ഫ്ലൈയിങ് എൻട്രി. പിന്നെ താഴെ നമുക്ക് പിന്നെ ഫിസിക്കൽ മെഡിക്കലൊക്കെ നമുക്ക് ലൈക്ക് യു ഓൾ ഓൺ ദാറ്റ് SSB കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ മെഡിക്കലൊക്കെ. പിന്നെ ഇതിൻ്റെ മെയിൻ നമ്മളിത് പോകണമെങ്കിൽ തന്നെ ഇതിൻ്റെ നമുക്കിതിൻ്റെ ഇതിൻ്റെ പേയ്മെൻറ്റിൽ പോവാം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 7th August നമുക്കിതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവർ നമുക്ക് റിലീസാക്കി തരും. അപ്പോൾ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് FCAT-ൻ്റെ സൈറ്റിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇൻ ദ 7th August. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ നിങ്ങൾ അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് ഇഫ് യു കമ്പയർ വിത്ത് എനി അതർ എക്സാം ലൈക്ക് ഡിഫൻസ്
the amount of the fees which the FCAT carrying is very high amount, like 550 around amount what they have. CTSന് വെറും 250-200 രൂപയുള്ളൂ, പക്ഷേ ഇതിനൊരു 550 രൂപയുണ്ട്. പക്ഷേ കുഴപ്പമില്ലാത്ത എമൗണ്ട് ആണെങ്കിൽ പറയാൻ കുഴപ്പമില്ല. പക്ഷേ അത്രയും ടഫ് എക്സാം ഇല്ല എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഇഫ് കമ്പയർ വിത്ത് CTS, that doesn't need have that much of like syllabus not they have carrying. അതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. So I am just winding up my video. Catch you later. Bye bye.